സ്റ്റുഡൻസ് V4U മലയാളം അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019-20 അധ്യയന വർഷത്തെ BA BScയുടെ മലയാള സാഹിത്യത്തിൻ്റെ 2ാം സെമസ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ PK രാജശേഖരൻ്റെ എഴുത്തും അധികാരവും എന്ന് പറയുന്ന പാഠത്തിൻ്റെ 2ാമത്തെ ഭാഗമാണ് കേട്ടത്. PK രാജശേഖരൻ്റെ തന്നെ എഴുത്തും അധികാരവും എന്ന് പറയുന്ന പാഠത്തിൻ്റെ 3ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഉപന്യാസവും ചോദ്യോത്തരങ്ങളുമായിട്ടാണ് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത ചോദ്യം ഇതാണ്: വൈരുദ്ധ്യങ്ങളുടേതായിരുന്നു 20ാം നൂറ്റാണ്ട് തുടക്കത്തിലെ കേരളീയ സാമൂഹിക രംഗം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിലേ പറഞ്ഞു വച്ചിരുന്നു, വൈരുദ്ധ്യങ്ങളുടേതായിരുന്നു 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ കേരളീയ സാമൂഹിക രംഗം. എന്താണ് PK രാജശേഖരൻ ഇവിടെ കണ്ടെത്തുന്നത്? അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിലേക്ക് നമുക്ക് കടക്കാം. ജന്മി നാടുവാഴി ഭരണവും ജാതി മേൽക്കോയ്മ വ്യവസ്ഥയും കൊളോണിയലിസവും ഒക്കെ ചേർന്ന് ഉള്ളൊരു സാമൂഹിക വ്യവസ്ഥയിലൂടെ അടിവേരുകളാണ്, അല്ലെങ്കിൽ ഒരു സാമൂഹിക വ്യവസ്ഥയാണ് 20ാം നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങൾ തൊട്ട് കേരളീയ സമൂഹത്തിൻ്റെ അവസ്ഥ. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളെന്ന് പറയുന്നതിൻ്റെ പ്രത്യേക അവസ്ഥയാണ് പറഞ്ഞു വെച്ചത്. ജന്മി നാടുവാഴി ഭരണങ്ങൾ, അതിൻ്റെ അലോരസങ്ങൾ, ജാതി മേൽക്കോയ്മ വ്യവസ്ഥകൾ, ഒപ്പം തന്നെ കൊളോണിയലിസം, ഇതൊക്കെ ചേർന്ന് ശരിക്കും സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത് ആടി ഉലയുന്നൊരു രീതിയിലായിരുന്നു. കൊളോണിയൽ ഭരണത്തിന് നേരിട്ട് വിധേയമായിക്കൊണ്ടിരുന്ന മലബാറും ഒപ്പം തന്നെ രാജഭരണം നിലനിന്നിരുന്ന തിരുവിതാംകൂറും ഒക്കെ സ്ഥിതി വേറൊരു രീതിയായിരുന്നില്ല, വ്യത്യസ്തപ്പെട്ട ഒരു സ്ഥിതിയിലായിരുന്നില്ല അന്ന് മലബാറും തിരുവിതാംകൂറിൻ്റെയൊക്കെ. മലബാറിൽ എന്ന് പറയുന്നത് കൊളോണിയൽ ഭരണത്തിന് നേരിട്ട് വിധേയമായ മലബാറാണ്. രാജഭരണത്തിൻ്റെ എല്ലാ നീരസങ്ങളും ഉൾക്കൊണ്ട രീതിയിലാണ് തിരുവിതാംകൂറിൻ്റെ അന്നത്തെ അവസ്ഥയും. ജാതിമത കേന്ദ്രീയമായ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പകരം മുതലാളിത്ത സ്വഭാവമുള്ളൊരു വ്യവസ്ഥ ഉടലെടുക്കുന്നതും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ മധ്യവർഗം ഉയർന്നു വരുന്നതുമൊക്കെ ഈ 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ്. കൊളോണിയലിസത്തിൻ്റെ റവന്യൂ നിയമങ്ങൾ ജാതി അധിഷ്ഠിത ദൈവായത്ത ജന്മി നാടുവാഴി സമ്പ്രദായത്തിനൊപ്പം ജനങ്ങളെ വീണ്ടും അധികാരത്തിൻ്റെ ചവിട്ടുപടികൾക്കുള്ളിൽ ഞെരുക്കാൻ തുടങ്ങി. മരുമക്കത്തായം ഉൾപ്പെടെയുള്ള സാമൂഹിക വ്യവസ്ഥകൾക്ക് എപ്പോഴും ഉലച്ചിൽ തട്ടും എങ്കിൽ പോലും ജാതി വ്യവസ്ഥ അങ്ങനെ ഒരു കുറവുമില്ലാതെ സമൂഹത്തിൽ പടർന്നു പന്തലിക്കുന്ന ഒരു കാലഘട്ടം. കീഴാള വർഗങ്ങളുടെ ശബ്ദങ്ങൾ പുറത്തോട്ട് കേൾക്കാനില്ല. അധികാരവൽകൃതമായ ഈ സാമൂഹിക പരിസരത്തിലാണ് മലയാളത്തിൻ്റെ നോവലുകൾ എഴുതപ്പെടുന്നതെന്നാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ ഈ നോവലുകൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. അധികാര വ്യവഹാരത്തെ ചോദ്യം ചെയ്യുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന സ്വരങ്ങളുടെ ഉയർച്ച വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത ഭാവങ്ങളിലൂടെ ഈ നോവൽ സാഹിത്യത്തിൽ നമുക്ക് കാണാം, ഈ നോവലുകളിലൂടെ നമുക്ക് കാണാം. മലയാളത്തിലുണ്ടായ നോവലുകളെല്ലാം പ്രതിരോധിക്കുക എന്ന പൊതുധർമ്മം നിർവചിച്ചു എന്ന അർത്ഥത്തിലല്ല കേട്ടോ ഈ രാജശേഖരൻ ഇത് നമ്മളോട് പറയുന്നത്. പകരം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അധികാരത്തിനെതിരായുള്ള പ്രതിവ്യവഹാരം നിർമ്മിക്കുന്നതിനോടൊപ്പം ഒരു ജനത എന്ന നിലയിൽ സ്വയം നിർവചിക്കാനുള്ള കേരളീയ സമൂഹത്തിൻ്റെ ശ്രമങ്ങൾ മലയാള നോവലിൽ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. പാരമ്പര്യത്തിൽ അടിയുറച്ചുകൊണ്ട് തന്നെ ആധുനികതയെ സ്വീകരിക്കാനും കൊളോണിയലിസം നിർമ്മിച്ച ചരിത്ര മാതൃകയ്ക്ക് വിരുദ്ധമായ രീതിയിൽ ചരിത്രബോധത്തെ സ്വരൂപിക്കാനും സാമൂഹിക സ്ഥാപനങ്ങളുടെ സ്വഭാവത്തെ ഒന്നൊന്ന് പുനർനിർവചിക്കുവാനും നവീനമായ അല്ലെങ്കിൽ പുതിയ ഒരു ദേശീയതയെ അവതരിപ്പിക്കാനും ചന്തുമേനോനും CV രാമൻപിള്ളയ്ക്കും കഴിഞ്ഞു എന്നതാണ് അദ്ദേഹം, അതായത് PK രാജശേഖരൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ഇപ്പം മുമ്പേ പറഞ്ഞു CV രാമൻപിള്ളയും ചന്തുമേനോനും ഒക്കെ ഭാഷയുടെ കാര്യത്തിൽ സാമ്പ്രദായികത്വത്തിൽ നിന്ന് മുന്നോട്ട് മാറിയ ആ രീതി എന്താണെന്നാണ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അതായത് CVയുടെയും ചന്തുമേനോൻ്റെയും അവർ നോവലിൽ പ്രയോഗിച്ച ഭാഷയുടെ കാര്യത്തിൽ അന്ന് ഉണ്ടായിരുന്ന ചിട്ടവട്ടങ്ങളിൽ നിന്നും എത്രമാത്രം മുന്നോട്ട് മാറി നിന്നാണ് അവർ നോവൽ എഴുതിയത്. അപ്പം അവരുടെ
ഭാഷയുടെ വളർച്ച അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ കാഴ്ചവെച്ച ഒരു വലിയ ഉപകാരത്തെ ആണ് ഇവിടെ സമർത്ഥിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൽ അതിൻ്റെ ഉത്തരവും പറഞ്ഞു വെച്ചു, കാവ്യഭാഷയിൽ നിന്ന് വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയിലേക്ക് നോവൽ ഇറങ്ങിയെന്ന്. അപ്പോൾ CV-യും ചന്തുമേനോനും അങ്ങനെ നിലവിലുണ്ടായിരുന്ന ഭാഷയുടെ ഉപയോഗത്തിൽ നിന്നും സാമ്പ്രദായികത്വത്തിൽ നിന്നും എത്രമാത്രം മുന്നോട്ട് മാറി നിന്നാണ് അവരുടെ പങ്ക് നോവൽ സാഹിത്യത്തിൽ കാഴ്ചവെച്ചത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. CV-യും ചന്തുമേനോനും നവീനമായത് എന്ന അർത്ഥത്തെ ഉൾക്കൊള്ളുന്ന രീതിയിൽ സവിശേഷ മാതൃകകൾ ഉപയോഗിക്കാൻ മലയാളത്തിൽ ശ്രമിച്ചു. നവീനമായത് എന്ന രീതിയിൽ അല്ലെങ്കിൽ നവീനമായത് എന്ന അർത്ഥത്തിൽ CV-യും ചന്തുമേനോനും കൂടി സവിശേഷമായ ഒരു മാതൃക മലയാളത്തിൽ നോവൽ രചനയ്ക്ക് ഉപയോഗിച്ചു. ചന്തുമേനോൻ ഇന്ദുലേഖയിൽ സാധാരണ മലയാള ഭാഷ സംസാരിക്കുമ്പോൾ ഈ വക വാക്കുകളെ ഉച്ചരിക്കുന്ന പ്രകാരം തന്നെയാകുന്ന ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ആമുഖത്തിലേ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആമുഖത്തിൽ തന്നെ ചന്തുമേനോൻ ഇന്ദുലേഖയുടെ ആമുഖത്തിൽ തന്നെ ഇങ്ങനെ പറയുകയാണ്, സാധാരണ മലയാള ഭാഷ സംസാരിക്കുമ്പോൾ ഈ വക വാക്കുകളെ ഉച്ചരിക്കുന്ന പ്രകാരം തന്നെയാകുന്നു ഈ പുസ്തകത്തിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ചന്തുമേനോൻ പറയുന്നത് വീട്ടിൽ സംസാരിക്കുന്ന മലയാളം അല്ലെങ്കിൽ നിലവിലുള്ള സാഹിത്യ ഭാഷയ്ക്കെതിരായുള്ളൊരു കനത്ത ആക്രമണമായിരുന്നു ചന്തുമേനോൻ നടത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വീട്ടിൽ സംസാരിക്കുന്ന മലയാളത്തിൽ സാഹിത്യ ഭാഷയ്ക്ക് അതായത് നിലവിലുള്ള സാഹിത്യ ഭാഷയ്ക്കെതിരായിട്ട് വീട്ടിൽ സംസാരിക്കുന്ന മലയാളത്തിൽ അദ്ദേഹം നോവൽ എഴുതി. സംസ്കൃത ബദ്ധമായ ഭാഷയിൽ നിന്ന് ജനങ്ങളുടെ സംസാര ഭാഷയിലേക്ക് മാറി എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് അന്ന് വരേണ്യവർഗത്തിൻ്റെ ഭാഷയായ സംസ്കൃതത്തിൽ നിന്നും സംസ്കൃതത്തിലെ അന്ന് രചനകൾ നടത്തപ്പെട്ടിരുന്നുള്ളൂ. അതുകൊണ്ട് ആ സംസ്കൃത ബദ്ധമായിട്ടുള്ള ഭാഷയിൽ നിന്നും ജനങ്ങൾ സംസാരിക്കുന്ന സാധാരണ മലയാളത്തിലേക്ക് നോവൽ അദ്ദേഹം എഴുതി. പിൽക്കാലത്ത് മലയാള നോവലുകൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയ സമൂഹത്തിലെ ബഹുസ്വരങ്ങളുടെ അടയാളമായിരുന്നു അതെന്ന് നമ്മൾ മനസ്സിലാക്കണം. വരേണ്യമായ ഒരു സമുദായത്തിൻ്റെ മാത്രം ഭാഷണമാണ് ചന്തുമേനോൻ സ്വീകരിച്ചത് എങ്കിൽ കേശവദേവിൻ്റെയും തകഴിയുടെയും ബഷീറിൻ്റെയും നോവലുകൾ വ്യത്യസ്ത വർഗവർണ്ണ ഘടനയിലുള്ള സ്വരങ്ങൾ ആഖ്യാനത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പം പിന്നീടുള്ള പാരമ്പര്യം പൈതൃകം നമ്മൾ കാണുമ്പോൾ കേശവദേവിൻ്റെയും തകഴിയുടെയും ബഷീറിൻ്റെയും ഒക്കെ സംസാര ഭാഷ നമുക്ക് അറിയാം. ഏകവാദപരമായ ഘടനയിൽ നിന്നും ബഹുഭാഷണതയിലേക്ക് ഏകവാദപരമായ ഘടനയിൽ നിന്നും ബഹുഭാഷണതയിലേക്കുള്ള ഈ മാറ്റം, ചന്തുമേനോൻ കൊണ്ടുവന്ന ഈ മാറ്റം ഭാഷയുടെ അധികാരസ്ഥാപന സ്വഭാവത്തിൻ്റെ ലംഘനമായിരുന്നു. അന്ന് അധികാരസ്ഥാപനത്തെ ചുറ്റി നിൽക്കുന്ന ഇതിവൃത്തവും സംസ്കൃത സംബന്ധമായ ആഖ്യാന ഭാഷയും സ്വീകരിച്ച CV അമ്പരിപ്പിക്കും വിധമാണ് ഭാഷാഭേദങ്ങൾക്ക് തൻ്റെ നോവലുകളിൽ സ്ഥാനം കൊടുത്തത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന CV-യെയും ചന്തുമേനോനെയും ചേർത്ത് വെച്ചാണ്. ചന്തുമേനോനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ CV-യെ പറയുന്നത് ഇങ്ങനെയാണ്: അധികാര സ്ഥാപനത്തെ ചുറ്റി നിൽക്കുന്ന ഇതിവൃത്തവും സംസ്കൃത സംബന്ധമായ ആഖ്യാന ഭാഷ സ്വീകരിച്ച CV അമ്പരപ്പിക്കുന്ന രീതിയിലാണ് ഭാഷാഭേദങ്ങൾക്ക് തൻ്റെ നോവലിൽ സ്ഥാനം കൊടുത്തത്. ആഢ്യ സംസ്കാരം പുരണ്ട ആഖ്യാന സ്വരത്തെ എതിർത്തുകൊണ്ട് പ്രാദേശികതയുടെ ശരിക്കും ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. രാജശേഖരൻ പ്രാദേശികതയുടെ പച്ചിലച്ചാറിലെഴുതിയ മറ്റൊരു ഭാഷാ വ്യവഹാരം CV-യിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാം. എന്താണ് CV-യെക്കുറിച്ച് രാജശേഖരൻ പറയുന്നത്? ആഢ്യ സംസ്കാരം പുരണ്ട ആഖ്യാന സ്വരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എതിർത്തുകൊണ്ട് പ്രാദേശികതയുടെ പച്ചിലച്ചാറിലെഴുതിയ മറ്റൊരു ഭാഷാ വ്യവഹാരമാണ് CV-യിൽ നമ്മൾ കാണുന്നത്. ഒരർത്ഥത്തിൽ ഒരർത്ഥത്തിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ CV-യും ചന്തുമേനോനും രണ്ട് പാരമ്പര്യങ്ങൾ മലയാളത്തിൽ തുടങ്ങി വെച്ചു എന്നാണ് രാജശേഖരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അടുത്തൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്ധനായൊരു ദൈവത്തെ പോലെ മേൽക്കോയ്മയുടെ രൂപങ്ങൾ ഭിന്നതരത്തിൽ നോവൽ സാഹിത്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. ശ്രദ്ധിക്കുക, നോവലിൻ്റെ ഒരു പ്രത്യേകത അന്ധനായൊരു ദൈവത്തെ പോലെ മേൽക്കോയ്മയുടെ രൂപങ്ങൾ. അപ്പം ടെക്സ്റ്റ് നിർബന്ധമായും വായിക്കണം.
ടെക്സ്റ്റ് വായിക്കുന്ന അല്ലെങ്കിൽ വായനയെ പരിപോഷിപ്പിക്കുന്ന രീതിയിലാണ് യൂണിവേഴ്സിറ്റിയുടെ ചോദ്യങ്ങളെന്ന് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ എഴുതിയപ്പോൾ കണ്ടതാണ്. അപ്പം ആ പാഠത്തിലെ വരിയാണ് പറയുന്നത്, അന്ധനായൊരു ദൈവത്തെ പോലെ മേൽക്കോയ്മയുടെ രൂപങ്ങൾ ഭിന്നതരത്തിൽ അവയിൽ ആവിഷ്കരിക്കപ്പെടുന്നു. എന്താണ് ഇവിടെ പി കെ രാജശേഖരൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? ശ്രദ്ധിക്കുക, ഉത്തരം ഇങ്ങനെ. അതായത് മലയാള നോവലിൻ്റെ ആരംഭങ്ങളിലൊക്കെ അല്ലെങ്കിൽ മലയാള നോവലിലെ ആരംഭസ്ഥിതിയിൽ നമുക്ക് എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് എല്ലാത്തിനും വിധാതാവായി നിൽക്കുന്ന ഒരു ഉപരിശക്തിക്കെതിരെയായുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു കലഹം നമുക്ക് തുടക്കം മുതലേ പ്രധാനപ്പെട്ട മലയാള നോവലുകളിലെല്ലാം കാണാൻ കഴിയുന്നു എന്നാണ് പി കെ രാജശേഖരൻ്റെ അഭിപ്രായം. ശ്രദ്ധിക്കുക, അതായത് എല്ലാം നിയന്ത്രിച്ച് എല്ലാത്തിനും വിധാതാവായി നിൽക്കുന്ന ഒരു ഉപരിശക്തിക്കെതിരെയുള്ള ഒരു എതിർപ്പ്, ഇത് മലയാള നോവലുകളുടെ തുടക്കം മുതലേ കാണാൻ കഴിയുന്ന ഒരു സവിശേഷതയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പിതൃമേധാവിത്വ സമൂഹം, കരുണയില്ലാത്ത വിധി, രാജനീതി, ജന്മിത്വം, ഭരണകൂടം, മതം, ഭൂരിപക്ഷം തുടങ്ങിയ ഭിന്നരൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ചില മേൽക്കോയ്മകൾക്കെതിരെ നോവലിലെ ആഖ്യാന വ്യവസ്ഥകൾ അല്ലെങ്കിൽ നോവൽ കലഹിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്താണ് നോവലിൽ ആദ്യം മുതൽ കണ്ടതെന്ന് ചോദിച്ചാൽ, പിതൃമേധാവിത്വ സമൂഹം, കരുണയില്ലാത്ത വിധി, രാജനീതി, ജന്മിത്വം, ഭരണകൂടം, മതം, ഭൂരിപക്ഷം തുടങ്ങിയ ഭിന്നരൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മേൽക്കോയ്മകൾ. അപ്പം മേൽക്കോയ്മയുടെ ഭിന്നരൂപങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്, വ്യത്യസ്തമായ രൂപപരിവേഷങ്ങൾ. ഈ രൂപപരിവേഷങ്ങൾക്കെതിരെ മലയാള നോവൽ ആദ്യം മുതലേ കലഹിക്കാൻ തുടങ്ങി. ഭരണകൂടത്തിനെതിരായുള്ള സമരമായിട്ടും വ്യവസ്ഥാപിത കുടുംബ വ്യവസ്ഥയോടുള്ള എതിർപ്പായിട്ടും സാമൂഹിക പരിഷ്കരണ ഇച്ഛയായിട്ടും വർഗരഹിത സമുദായ സ്വപ്നമായിട്ടും സാമ്പ്രദായിക സദാചാര ലംഘനമായിട്ടും അധികാരത്തോടുള്ള പ്രതിരോധ നോവലുകളിൽ കടന്നു വരുന്നത് നമുക്ക് കാണാം. അതായത് മുമ്പേ പറഞ്ഞ ആ മേൽക്കോയ്മകളുടെ ഭിന്നരൂപങ്ങളോട് കലഹിക്കുക, വ്യവസ്ഥാപിത സമൂഹത്തിൻ്റെ മേൽക്കോയ്മപരമായ മൂല്യവ്യവസ്ഥയോട് ഏറ്റുമുട്ടുന്ന രീതിയിലാണ് കഥാപാത്രങ്ങളെ ചന്തുമേനോൻ ഇന്ദുലേഖയിൽ കൊണ്ടുവയ്ക്കുന്നത്. സാമൂഹികമായ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിനിധാനത്തിൽ അടിയുറച്ച് യാഥാർത്ഥ്യത്തിലും വ്യക്തിയെ കേന്ദ്രീകരിച്ച ആധുനികതയിലും പൂർവ്വ മാതൃകകളെല്ലാം നഷ്ടപ്പെട്ട ഉത്തരാധുനികതയിലും അധികാരത്തോടുള്ള കലഹത്തിൻ്റെ സ്വരഭേദങ്ങൾ നമുക്ക് നോവലുകളിൽ കാണാം. മലയാളത്തിൻ്റെ നോവലുകളുടെ മാറി മാറി വരുന്ന ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. ചില കഥാപാത്രങ്ങൾ ജയിക്കും, മറ്റു ചില കഥാപാത്രങ്ങൾ ദയനീയമായി തോൽക്കും. ജയിക്കുന്നവരെക്കാൾ തോൽക്കുന്നവരുടെ ജീവിതമാണ് മിക്ക നോവലുകളിലും ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. പരാജിതരുടെ ഒരു വലിയ വംശം അങ്ങനെ വിവിധ ഘട്ടങ്ങളിലും തലമുറകളിലും പെടുന്ന നോവലുകളിലൂടെ മലയാളത്തിൽ വളർന്നു വരുന്നത് നമുക്ക് കാണാം. അതാണ് അന്ധനായൊരു ദൈവത്തെപ്പോലെ മേൽക്കോയ്മയുടെ ചില രൂപങ്ങൾ ഭിന്നതരത്തിൽ മലയാള നോവലുകളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന രീതിയിൽ പി കെ രാജശേഖരൻ പറയാൻ ശ്രമിക്കുന്നത്. വീണ്ടും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യാഥാർത്ഥ്യത്തിൻ്റെ വരവോടെ നോവൽ കേരളീയമായ അനുഭവ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ശ്രേണികളെ പ്രതിനിധീകരിക്കാൻ തുടങ്ങി. ഇതൊരു വരിയാണ്, പാഠത്തിലെ വരിയാണ്. യാഥാർത്ഥ്യത്തിൻ്റെ വരവോടെ നോവൽ എന്ന് പറയുന്ന നോവലിന് കേരളീയമായ അനുഭവ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭിന്ന ശ്രേണികളെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞു. എങ്ങനെ കഴിഞ്ഞു എന്നാണ് പി കെ രാജശേഖരൻ വ്യക്തമാക്കുന്നത്. അതാണ് ചോദ്യം. അതായത് ആദ്യമേ നമ്മൾ പറയാൻ തുടങ്ങിയതാണ്, ഭാഷാപരവും ജാതീയവും വർഗപരവുമായ വേർതിരിവുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സൗന്ദര്യ ഛന്ദസ്സുകളെ നോവൽ ലംഘിക്കാൻ തുടങ്ങി. മുമ്പേ നമ്മൾ പറഞ്ഞതാണ്, ഭാഷാപരവും ജാതീയവും വർഗപരവുമായ വേർതിരിവുകൾ കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന സൗന്ദര്യ കാഴ്ചപ്പാടുകളെ നോവൽ ലംഘിച്ചു. ആ ലംഘനത്തിന് തീവ്രത സൃഷ്ടിച്ച നിരപേക്ഷ ഘടനയിലാണ് 40കൾക്ക് ശേഷം നോവൽ, അതും കേരളീയ ജീവിതത്തെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത്. 40കൾക്ക് ശേഷം കേരളത്തിലെ നോവൽ സാഹിത്യത്തിലെ കേരളീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ടും ജാതീയവും വർഗപരവുമായ വേർതിരിവുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചില ഭാവങ്ങളെ നോവൽ മാറ്റി നിർത്തി. ആ മാറ്റി നിർത്തലുകൾ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സമൂഹത്തിൻ്റെ പുറംപോക്കിൽ കഴിഞ്ഞ മനുഷ്യരുണ്ട്. അങ്ങനെ അവർ എഴുത്തിൻ്റെ ലോകത്തിലേക്ക്
1940-കൾക്ക് ശേഷം കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ സംഭവിച്ച ഈ പൊളിച്ചെഴുത്തുകളുണ്ടല്ലോ, ഇതൊരു ചരിത്ര സംഭവമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. സാഹിത്യ ഭാഷയുടെ തലത്തിൽ വരേണ്യവും എന്ന് പറഞ്ഞാൽ ഉയർന്ന ചിന്താഗതിയും സംസ്കൃത അധിഷ്ഠിതമായ വ്യവഹാരത്തിന് പകരം നിരവധി ഭാഷകൾ പ്രകാശനം നേടി എന്നാണ് പറയുന്നത്. സംസ്കൃതത്തിൻ്റെ ആ വരേണ്യ ഭാവത്തിൽ നിന്നൊക്കെ ഈ 40-കൾക്ക് ശേഷം മാറ്റമുണ്ടായി. അങ്ങനെ നിരവധി ഭാഷകൾ മലയാള സമൂഹത്തിൽ പ്രവേശനം നേടി, അല്ലെങ്കിൽ പ്രകാശനം നേടി, ആവിഷ്കരിക്കപ്പെട്ടു. ഒരു ദേശീയത എന്ന നിലയിൽ മലയാളിയുടെ സ്വത്വരൂപീകരണത്തിൻ്റെയും വികാസത്തിൻ്റെയും ഒപ്പം തന്നെ ശൈഥില്യത്തിൻ്റെയും തുടർ പ്രക്രിയ നോവലുകളിൽ കാണാൻ കഴിയും. നോവൽ ചരിത്രത്തെ പഠിക്കുന്ന ഒരു വ്യക്തി, നോവൽ ചരിത്രത്തെ തേടിപ്പോകുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും നോവൽ എന്ന് പറയുന്നത് ഒരു ദേശീയത എന്ന നിലയിൽ മലയാളിയുടെ സ്വത്വരൂപീകരണത്തിനും മലയാളിയുടെ വികാസത്തിനും ശൈഥില്യത്തിനും ഒക്കെ ഒരു തുടർ പ്രക്രിയ നിറവേറ്റുന്നത് കാണാം. മറ്റ് സാഹിത്യരൂപങ്ങളിൽ പൂർണ്ണമല്ലാത്ത ഈ സവിശേഷത മലയാള നോവലിൻ്റെ ചരിത്രത്തിൽ മലയാളിയുടെ ചരിത്രം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. ചന്തുമേനോനും CV രാമൻപിള്ളയും ഒക്കെ പൈതൃകങ്ങളിൽ നിന്നും ഉത്തരാധുനികത വരെ എത്തുന്ന മലയാള നോവലിൻ്റെ ചരിത്രം അതാത് കാലങ്ങളിലെ കേരളീയ സമൂഹത്തെ രൂപപ്പെടുത്തുന്ന വ്യവഹാരങ്ങളുടെ ചരിത്രമാക്കി മാറ്റി. ഭിന്നമായ സാമൂഹിക രൂപങ്ങളും സന്ദേശങ്ങളും ധർമ്മങ്ങളും വർഗഘടനകളൊക്കെ ഇവരുടെ നോവലുകളിൽ തെളിഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് യാഥാർത്ഥ്യത്തിൻ്റെ വരവോടെ നോവൽ, അതും കേരളീയ ജീവിതത്തിൻ്റെ അനുഭവ ലോകത്തിൻ്റെ ഭിന്ന ശ്രേണികളെ പ്രതിനിധീകരിച്ചു എന്ന് പറഞ്ഞ് വയ്ക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. മലയാള നോവലിൻ്റെ ആദ്യഘട്ടവും വളർച്ചയെ സ്വാധീനിച്ച ഘടകങ്ങളും ഒന്ന് പറയാമോ? മലയാള നോവലിൻ്റെ ആദ്യഘട്ടം, വളർച്ചയെ സ്വാധീനിച്ച ഘടകങ്ങൾ, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്, എങ്കിലും ഒരിക്കൽ കൂടി അത് പറഞ്ഞു വയ്ക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ശ്രദ്ധിക്കുക, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലങ്ങളിൽ മലയാളത്തിൽ ആവിർഭവിച്ച സാഹിത്യരൂപം ഏതെന്ന് ചോദിച്ചാൽ അത് നോവൽ തന്നെയാണ്. നോവലിനെ കുറിച്ച് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ വളരെ വിശദമായ നോവൽ എന്താണെന്നും പറഞ്ഞു. 110 വർഷത്തെ ചരിത്രമുണ്ട് നോവലിന് എന്നാണ് PK രാജശേഖരൻ്റെ നിരീക്ഷണം. സാംസ്കാരികവും രാഷ്ട്രീയവുമായ പരിണാമങ്ങളിലൂടെ, കേൾക്കണം, സാംസ്കാരികവും രാഷ്ട്രീയവുമായ പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളിലൂടെ കേരളീയ സമൂഹം നേടിയെടുത്ത അനുഭവ സത്തകൾ ഭാഷയുടെയും ആഖ്യാനത്തിൻ്റെയും മണ്ഡലത്തിൽ മാറ്റിയെഴുതുകയും ചരിത്രവൽക്കരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ കാര്യത്തിൽ മറ്റേത് സാഹിത്യരൂപത്തെക്കാളും വൻ വിജയം നേടിയതാണ് നോവൽ സാഹിത്യം, അല്ലെങ്കിൽ നോവൽ എന്ന് പറയുന്ന സാഹിത്യരൂപം. ശ്രദ്ധിക്കുക, ഭാഷയുടെയും ആഖ്യാനത്തിൻ്റെയും മണ്ഡലത്തിൽ സാംസ്കാരികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ കാഴ്ചവെക്കുവാനും അങ്ങനെ ചരിത്രവൽക്കരിക്കാനും വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ മറ്റേത് സാഹിത്യരൂപത്തേക്കാൾ കൂടുതൽ ഈ നോവൽ എന്ന് പറയുന്ന സാഹിത്യരൂപത്തിന് കഴിഞ്ഞു എന്നതാണ് ഒരു വിജയം. കഴിഞ്ഞ ശതകങ്ങളിൽ മലയാളി കടന്നുപോരുകയും മലയാളി ആർജിച്ചെടുക്കുകയും അല്ലെങ്കിൽ നേടിയെടുക്കുകയും ചെയ്ത എല്ലാ സാംസ്കാരിക സവിശേഷതകളും സാമൂഹിക അനുഭവങ്ങളും മാറി മറിഞ്ഞ ഒരു കാലത്തെയാണ് ആവിർഭാവത്തിന് ശേഷമുള്ള നോവൽ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ ആധുനികതയുടെ വരവ് കേരളീയ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം എന്ന് പറയുന്നത് നിർണായകമായിരുന്നു. ഈ സാഹിത്യരൂപത്തിൻ്റെ വികാസത്തിൽ അതും വലിയൊരു പങ്കാണ് വഹിച്ച് കാണുന്നത്. കോളനി വാഴ്ചയും അതിൻ്റെ വ്യവഹാരങ്ങളും ജാതി അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹിക ഘടനകളും സ്വാതന്ത്ര്യ സമരവും ജന്മിത്ത വ്യവസ്ഥകളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും എല്ലാ നോവലിൻ്റെ വളർച്ചയെ സ്വാധീനിച്ച ഘടകങ്ങളായിട്ട് വിലയിരുത്തുകയാണ്. അതുകൂടാതെ തന്നെ ജനാധിപത്യവൽക്കരണവും സ്വാതന്ത്ര്യാനന്തര ലോകവും ആഗോളമായ സാംസ്കാരിക പരിസരങ്ങളോടുള്ള പരിചയവും ഒക്കെ നോവലിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അച്ചടി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവ നൽകിയ പുതിയ സാധ്യതകൾ ശരിക്കും നോവൽ എന്ന് പറയുന്ന സാഹിത്യരൂപത്തെ കേരളീയ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി വളർത്തിയെടുക്കാൻ വളരെ ഉപകരിച്ചു എന്നതും നഗ്നമായ സത്യമാണ്. പക്ഷേ നോവൽ രചനയും മുദ്രണവും വിതരണവും വായനയും അനുസ്യൂതമായി തുടർന്നിരുന്നില്ല എന്നതും വളരെ
പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമൂഹത്തിൻ്റെ ഭിന്ന ശ്രേണികളിൽപ്പെടുന്ന ജീവിതങ്ങളുടെ എല്ലാം സ്വരങ്ങളെ ഉൾക്കൊണ്ടിരുന്നില്ല ആവിർഭാവ ദശകളിലെ മലയാള നോവലുകൾ എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. സവർണ സമുദായങ്ങളിലെ വരേണ്യരായിട്ടുള്ള വ്യക്തികളുടെ വീക്ഷണത്തെ സാർവജനീന വീക്ഷണവുമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ കൃതികൾ എല്ലാം തന്നെ. ഇന്ദുലേഖ പുറത്തു വന്ന 1889 മുതൽ 1920 വരെ 100-ൽ താഴെ നോവലുകളെ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു ഇരുന്നുള്ളൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷേ 1920-40 കാലയളവുകളിൽ പഠിച്ചു കഴിയുമ്പോൾ 400 നോവലുകൾ വരെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. പക്ഷേ 1940കളോടെ സ്ഥിതി ആകെ മാറി മറിയുന്നതും നമുക്ക് കാണാൻ കഴിയും. വീണ്ടും 2-3 വാക്യത്തിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ അതേ മോഡൽ തന്നെയാണല്ലോ. അപ്പം 2-3 വാക്യത്തിൽ ഉത്തരം എഴുതുന്ന ചോദ്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അത് അടുത്ത പാർട്ടിൽ കേൾക്കാം. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. ഓക്കെ.